ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് സ്ഥലമൊന്നുമില്ല കേട്ടോ. ചെറിയ ജനലിൻ്റെ ഒരു കുഞ്ഞു ഭാഗം അത് കാണുന്നുണ്ടല്ലോ, അത് ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം പുറത്തോട്ടാണ്, ഒന്നുമില്ല. ഞാൻ അവിടെ ഒരു ചെറിയ ചീരത്തോട്ടം ഉണ്ട് എനിക്ക് കേട്ടോ. ഇന്ന് ഞാൻ ആ ചീരയെല്ലാം കട്ട് ചെയ്യാൻ പോവുകയാണ്. ചീര കണ്ടോ നിൽക്കുന്നു, കുത്തുപോയി. ഇപ്പുറ സൈഡിനും ഉണ്ട് കേട്ടോ, വെള്ളച്ചീരയാണ്. ഇത് കണക്ക് ഇപ്പുറത്തെ സൈഡിനും ഉണ്ട്. അപ്പം നമുക്കിന്നത് കട്ട് ചെയ്യാം. കണ്ടോ, കണക്കുള്ള ചെറിയ ചെറിയ ചീര. ഇനി ഞാൻ ചുവന്ന ചീരയൊക്കെ നടാൻ പോയി കേട്ടോ. ഞാൻ പുറത്തൊക്കെ ചീര നട്ടായിരുന്നു, അതും എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇത് പൂത്തു പോകുന്നതിന് മുമ്പ് ചെറുതിലേ കട്ട് ചെയ്താൽ നല്ല തോരൻ വയ്ക്കാം. ഇതെല്ലാം ഇപ്പോൾ ഉണ്ട്. ഇച്ചിരി സ്ഥലമേ ഉള്ളൂ കേട്ടോ. അവിടെ എൻ്റെ ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പുതിനയുണ്ട്, കുറച്ച് പുതിന തുളസിയുടെ കൂടെ തന്നെ കുറച്ച് പുതിന നട്ടിട്ടുണ്ട്. കണ്ടോ, ചായയൊക്കെ ഇടാനൊക്കെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പുറത്തോട്ട് തുറക്കാം. ഉള്ളിയൊക്കെ കിളിച്ച് വന്ന് ഞാൻ ഇതേപോലെ നനയാതെ തന്നെ അതേപോലെ തന്നെ എടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ നല്ല ഇങ്ങനെ തണ്ടിങ്ങനെ വരും. അത് നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റും. കണ്ടില്ലേ, കിളിച്ച് വരുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിനും കൂടെ കുറച്ച് ചീരയുണ്ട്, കണ്ടില്ലേ. അപ്പോൾ പിന്നെ ഇതാണ് കപ്പത്തൈ. ഈ കപ്പത്തൈയുടെ പ്രയോജനം എന്ന് പറയുന്നത്, നമ്മൾ ഡെങ്കിപ്പനിക്കൊക്കെ നമ്മൾ എളുപ്പം പോയി ഈ കപ്പയുടെ ഇലയ്ക്കൊക്കെ ഒരുപാട് ഉപയോഗമുള്ളതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മൾ എന്ത് ചെയ്യണം, പപ്പായൊക്കെ കിട്ടിയാൽ അതിൻ്റെ വിത്ത് ഇങ്ങനെ മുളപ്പിക്കണം. മുളപ്പിച്ചിട്ട് നമ്മൾ ഈ തോരനൊക്കെ വെക്കുമ്പോഴും വെള്ളം ചൂടാക്കുമ്പോഴും നമ്മളല്ലാതെ ഒരു കപ്പത്തൈ പുഴുത് കൊടുത്താൽ ആരെങ്കിലും കഴിക്കുമോ? കഴിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കപ്പ തൈ ആക്കിയിട്ട് അത് ചീരത്തോരനകത്തോ നമ്മൾ വെള്ളം ചൂടാക്കുന്നതിനകത്തോ ഒക്കെ ആയിട്ട് നമ്മൾ ഉള്ളിച്ചെല്ലും. നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധ ശക്തി നല്ലത് കിട്ടും. പനി, ജലദോഷം ഇതൊക്കെ എളുപ്പം നമുക്ക് മാറി കിട്ടും. ഇവിടെ ഇപ്പോൾ ഞാൻ പനിയായിരുന്നപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കുടിച്ച് ഗുളികകളൊന്നും കഴിച്ചില്ല, നല്ല ആശ്വാസം കിട്ടി. അതുകൊണ്ട് ഈ ഒരു അറിവ് ഞാൻ നിങ്ങൾക്കായി തരികയാണ്. നമ്മൾ കപ്പയുടെ അരി